ഇന്ന് മോളുടെ സ്കൂളിൽ പ്രവേശനോത്സവമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ ഒരു ഉത്സവത്തിൻ്റെ ഒരു അന്തരീക്ഷം നമുക്കവിടെ കാണാനായിട്ട് കഴിഞ്ഞു. എന്താണെങ്കിലും കുഞ്ഞുങ്ങളെല്ലാം നല്ല ഹാപ്പിയിലായിരുന്നു. ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല. എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. എല്ലാവരുടെ മുഖത്തും ആ ഒരു സന്തോഷം കാണാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ പരിപാടിയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലുള്ള എല്ലാ കുട്ടികളെയും അണിനിരത്തിക്കൊണ്ട് അവരവരുടെ ക്ലാസ് ടീച്ചറുകൾ യഥാവിധി അവരുടെ കൂടെ തന്നെ നിന്നുകൊണ്ടും രക്ഷിതാക്കൾക്കൊപ്പവും അവരെ 2 ലൈനുകളാക്കി നിർത്തിയിട്ട് പുറത്തോട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അധിക ദൂരമൊന്നും കൊണ്ടുപോയില്ല. എങ്കിലും അത്യാവശ്യം സ്കൂളിൽ നിന്ന് വെളിയിലോട്ട് ഒരുപാട് ദൂരത്തിലല്ലെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെണ്ടമേളമൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നെന്ന് തോന്നുന്നു കുഞ്ഞുങ്ങളൊക്കെ നല്ല സന്തോഷത്തിലായിരുന്നു. അവർക്ക് എന്തോ അവരുടെ ദിവസമാണല്ലോ. അവർ വലിയ വലിയ അറിവുകളിലേക്ക് എത്തുന്നതിനുള്ള ആ ഒരു തുടക്കത്തിലേക്കുള്ള ചവിട്ടുപടി ഇങ്ങനെ കയറുമ്പോഴത്തേക്കുള്ള സന്തോഷം അവർക്കും ഉണ്ടാവുമല്ലോ. ഇനി അവരുടെ ആ ഒരു ജീവിതത്തിലെ സുവർണ്ണമായിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ടാകാം അവരെല്ലാം നല്ല മറ്റ് ചിന്തകളൊന്നും ഇല്ലാതെ നമ്മൾ എന്താണ് പറയണേ, ആ ഒരു ബാല്യം എന്ന് പറയുന്നത് ഒരു മധുരമുള്ള തന്നെ ഒരു കാര്യമല്ലേ. ആ ഒരു ഇതിലൂടെ നടന്ന് നീങ്ങുമ്പോൾ നമ്മളും നമ്മുടെ ബാല്യകാലത്തിലേക്ക് നീങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നി. എൻ്റെ കുഞ്ഞിനോടൊപ്പം തന്നെ നിന്നപ്പം ഞാൻ ചിന്തിച്ചു പോയി. ശരിക്കും ഞാൻ പഠിച്ച ആ ഒരു സമയവും എൻ്റെ ബാല്യകാലവും എൻ്റെ ബാല്യകാല കൂട്ടുകാരും എന്നെ പഠിപ്പിച്ച ടീച്ചർമാരും ഞാൻ പഠിച്ച സ്കൂളും ഇതൊക്കെ ഓർമ്മയിലൂടെ വന്നു. എൻ്റെ ഓർമ്മയിൽ മാത്രമായിരിക്കില്ല എല്ലാ രക്ഷിതാക്കളും അത് ഓർത്ത് കാണും. അപ്പം നമ്മളുടെ സ്കൂളിനോട് ചേർന്നൊരു ചർച്ച് ഉണ്ടായിരുന്നു. ആ ചർച്ചിൽ കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ ദൈവികമായിട്ടൊരു ചൈതന്യം കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ലഭിക്കുന്ന രീതിയിലായിരുന്നു നമുക്ക് അവിടെ ഒരു വൈബ് തോന്നിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിലേക്ക് ആ ഒരു എന്താണ് ദൈവചൈതന്യം എന്നുള്ള ആ ഒരു പ്രസൻസ് എത്തിക്കാനായിട്ട് നമുക്ക് ആ ചർച്ചിൽ ഇരുന്ന് അത്രയും സമയം നമുക്ക് അനുഭവിച്ചറിയാൻ തന്നെ കഴിഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പ്ലസൻറ്റ് മൈൻഡ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള കലാപരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ലാസ് റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതായിരുന്നു കുഞ്ഞിയുടെ ക്ലാസ്. അവൾ ക്ലാസ്സിൽ തന്നെ പോയിരുന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് മധുരവും ജ്യൂസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവർക്കിവിടെ കളിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഉള്ളത് കാരണം മോള് നല്ല ഹാപ്പിയായിരുന്നു. ഇതാണ് അവരുടെ സ്കൂള്. എന്താണ് പറയണ്ടേ, അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെയുള്ള സ്കൂളാണ്.